കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KP റോസമ്മ നമുക്കൊപ്പമുണ്ട്. KP റോസമ്മ, 1000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 21,000 രൂപയാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 21,000 എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു നമ്പറായി തോന്നുന്നുണ്ടോ ഇപ്പോൾ സർക്കാരിനെന്ന് അറിയില്ല. 1000 രൂപ കൂട്ടിയതിനെ പലയിടങ്ങളിലും സ്വാഗതം ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഈ വീട്ടമ്മമാർക്കടക്കം 1000 രൂപ കൂട്ടിയൊരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞത് സ്ത്രീവിരുദ്ധ സർക്കാരാണ് ഇത് എന്നാണ്. ഇത് രണ്ടും എങ്ങനെയാണ് ചേർന്നു പോകുന്നത് KP റോസമ്മ? തീർച്ചയായും ഈ 1000 രൂപ കൂട്ടിയത് ഞങ്ങളുടെ 8 മാസവും 16 ദിവസവും പിന്നിട്ട സമരത്തിന്റെ ബലത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ സമരം വിജയിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിരിക്കുന്നതും ഞങ്ങൾ അത് 1000 രൂപ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ സ്ത്രീകൾ ഈ വാഹനപ്പുകയടിച്ചും ഈ തെരുവോര തന്തിയുറങ്ങും രാത്രിയും പകലും, 8 മാസത്തെ രാത്രിയും 8 മാസത്തെ പകലും 16 ദിവസത്തെ രാത്രിയും 16 ദിവസത്തെ പകലും ഞങ്ങളുടെ ചോര നീരാക്കി നേടിയ ഒരു വലിയ സമരത്തിലൂടെ, ഞങ്ങളുടെ പൗരബോധത്തിലൂടെ, ഞങ്ങളുടെ മുദ്രാവാക്യം വിളിയിലൂടെ പൂർണ്ണമായും നേടിയെടുത്തതാണ് ഞങ്ങളുടെ ഈ 1000 രൂപ. ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യമായിരുന്നു 21,000 രൂപ കൃത്യമായിട്ടും സ്കീം തൊഴിലാളികൾക്ക്, കേരളത്തിലെ പാചക തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ആശാവർക്കർമാർക്കും അങ്കണവാടി വർക്കർമാർക്കും ഡെയിലി 700 രൂപ വേജസിൽ 71,000 രൂപയാക്കുമെന്ന് സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ പ്രവർത്തന പത്രികയിൽ ഉണ്ടായിരുന്നെന്നാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 1000 രൂപ 8.5 മാസത്തെ ഞങ്ങളുടെ ചോര നീരാക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഈ സമരം കൊണ്ട് ഞങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ നേടി. ഇത് ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ സംഘടനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. യാതൊരു കാരണവശാലും 1 രൂപ പോലും കൂട്ടി തരില്ല എന്ന് പറഞ്ഞ സഖാവക്കന്മാരുടെ മുൻപില് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടുത്തെ CIT യൂണിയന്റെ പ്രബല യൂണിയൻ, CIT യൂണിയന്റെ ഇളമനം കരീം ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ യാതൊരു കാരണവശാലും ആശാവർക്കർമാരുടെ വേതനം കൂട്ടാൻ ആവശ്യപ്പെടില്ല, കാരണം കേരളം കടത്തിലാണെന്ന്. പക്ഷേ അതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് സഖാവ്, നമ്മുടെ ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, സമരത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തീർച്ചയായും ഞങ്ങൾക്ക് തന്ന ഈ 1000 രൂപ ഞങ്ങളുടെ സമര നേട്ടമായി ഞങ്ങൾ 2 കൈയും കൂട്ടി സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ 233 രൂപയിൽ നിന്നും കേവലം 36 രൂപയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. 36 രൂപയാണ് ഞങ്ങൾക്ക് കൂട്ടി തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ സമരത്തിന്റെ ഘട്ടം മാറും. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകും. ഞങ്ങളുടെ സമരം ഞങ്ങൾ ഒരുപാട് നേടിയെടുത്തു. ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾ എങ്ങനെയാണെന്നും ഞങ്ങളുടെ വേതനം എന്താണെന്നും ലോകം മുഴുവനും അറിഞ്ഞു. ഞങ്ങളുടെ സമരം മൂലം ഇന്ത്യയിലെ 10 ലക്ഷത്തിലധികം വരുന്ന ആശാവർക്കർമാർക്ക് മുഴുവൻ പേർക്കും ഈ 1000 രൂപ കിട്ടുകയുണ്ടായി. അതേപോലെ തന്നെ ഞങ്ങളുടെ 26,155 ആശാവർക്കർമാർക്ക്, പാചക തൊഴിലാളികൾക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക്, എന്തിനേറെ വീട്ടിൽ മറ്റൊരു പദ്ധതിയിലും പെട്ടിട്ടില്ലാത്ത വീട്ടമ്മമാർക്ക് പോലും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അവരാരും സമരം ചെയ്തിട്ടല്ലല്ലോ അത് കൂട്ടിയത് എന്ന് വേണമെങ്കിൽ ഒരു മറുചോദ്യമാകാം. അതെ, ശരിയാ. ഞങ്ങള് ഈ 233 രൂപയിൽ നിന്നും 8 മാസത്തിന് മുൻപ് ഫെബ്രുവരി മാസം 10-ാം തീയതി സമരത്തിനിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഓണറേറിയം 4-5 മാസം കുടിശ്ശികയായിരുന്നു. തിരുവോണത്തിന്റെ ഉത്രാടത്തിന്റെ അന്ന് പോലും ഞങ്ങൾക്ക് കാശ് കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. ആ അവസരമാണ് ഞങ്ങള് സമരത്തിനിറങ്ങേണ്ടി വന്നത്. ആ സമരത്തിനിറങ്ങിയതിന്റെ ശേഷം തീർച്ചയായും ഈ 1000 രൂപ എന്നേ ഞങ്ങൾക്ക് തരാമായിരുന്നു. CIT യൂണിയൻ ഇളമനം കരീം സാറിന് പറഞ്ഞിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി, UDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ ഓണറേറിയം വിഹിതം എത്രയായിരുന്നു? 1000 രൂപയായിരുന്നില്ലേ?
എന്റെ പൊന്നു സാറേ, ഇനി ആ വർത്താനം അവിടെ നിർത്തുന്നത് വളരെ നല്ലതാ. ജനങ്ങളെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് വെറും 3 ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 35 അധികം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തനരഹിതമായിരിക്കുന്ന ആശാവർക്കർമാർക്ക് ഈ 7000 രൂപ കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് ലോകം കണ്ടു. ഇനിയെങ്കിലും ആ വാക്കൊന്ന് ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ 1000 രൂപ കൂട്ടുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അന്നത്തെ ജോലി 10 വർഷത്തിനിടയിൽ 6000 രൂപ അല്ല 7000 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നല്ലേ 6000 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ജോലി വർദ്ധിച്ചിട്ടുണ്ട്. 1000 രൂപ എന്നുള്ളത് 6000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിച്ചു. സെൻട്രൽ സ്കീമാണ്. അതൊന്നും മതിയാക്ക്. ഞങ്ങൾക്ക് അതിനോട് കൂടെ വന്ന ജോലിയുടെ ബാഹുല്യം എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് എന്ത് കണക്കിലെടുക്കാത്തത്? അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ ചെയ്താൽ തീരുന്ന ജോലിയാണ് ആ വേതനത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തിനാ അത് പറയുന്നത്? വർഷങ്ങളായി അത് പറഞ്ഞു നിർത്തിയ പേജ് 1000 രൂപ സ്വീകരിക്കും. പക്ഷേ നിലവിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നോ ആ ജോലിക്ക് ആനുപാതികമായി നിശ്ചയിച്ചിരിക്കുന്ന തുക കിട്ടണം. 21,000 കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴും ആശാ വർക്കറിന്റെ ആവശ്യം. ആ സമരം മുന്നോട്ട് പോകും. സമരം കടുപ്പിക്കുമെന്നതാണ്. സമരത്തിന്റെ ഘട്ടം മാറുന്നു എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം. മാത്രമല്ല വിരമിക്കൽ ആനുകൂല്യവും ശരി വിരമിക്കൽ ആനുകൂല്യവും ശരി. Debate with Dr. Arun Kumar.